ഭഗവാൻ അയ്യപ്പന്റെ ഭക്തരോട് കാണിച്ച ക്രൂരതയും വിശ്വാസ വഞ്ചനയും ഒരിക്കലും മറക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായി കേരളത്തോട് പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ BJP പ്രവർത്തകരുമായി മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത് ഓഡിയോ ബ്രിഡ്ജിൽ ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. വലിയ പ്രതികരണമാണ് പ്രധാനമന്ത്രിയുടെ ഈ ഓഡിയോ ബ്രിഡ്ജിൽ കേരളത്തിൽ നിന്ന് ലഭിച്ചത്. കേരളത്തിൽ ഇനി ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരണം എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമായി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത്. കേരളത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയെന്നും കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്ന സർക്കാർ കേരളത്തിൽ ഉണ്ടാകണമെന്നും അത് നിർബന്ധമാണ് ഇനിയുള്ള കാലത്തെന്നും പ്രധാനമന്ത്രി പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. പ്രചരണത്തിന്റെ ഈ അവസാന ലാപ്പിൽ പ്രധാനമന്ത്രിയുടെ ഈയൊരു ആത്മവിശ്വാസം പകർന്ന വാക്കുകൾ തെല്ലൊന്നുമല്ല കേരളത്തിലെ പ്രവർത്തകർക്ക് ഊർജം പകരുന്നത്. ഇത്തവണ കേരളം വോട്ട് ചെയ്യുന്നത് വെറും ഒരു പുതിയ സർക്കാരിന് വേണ്ടിയല്ല, മറിച്ച് ഒരു പുതിയ വ്യവസ്ഥിതിക്ക് വേണ്ടിയാണ്. NDAക്ക് അനുകൂലമായ തരംഗം കേരളത്തിൽ ദൃശ്യമാണ്, വ്യക്തമാണ്. എൻ്റെ ബൂത്ത് ഏറ്റവും ശക്തമായ ബൂത്ത് എന്ന മന്ത്രവുമായി ഓരോ പ്രവർത്തകരും ഓരോ ബൂത്തിലും ഇത്തവണ പ്രവർത്തിച്ച് കാട്ടണമെന്നുമാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. വോട്ടെടുപ്പ് ദിവസത്തിന് മുമ്പായി ബൂത്തിലെ ഓരോ കുടുംബത്തെയും കുറഞ്ഞത് 3 തവണയെങ്കിലും സന്ദർശിക്കണമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ആഹ്വാനം ചെയ്യുന്നു. ഓരോ വോട്ടർമാരോടും പ്രവർത്തകർ നേരിട്ട് സംസാരിക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ NDA സർക്കാർ കേരളത്തിൽ നൽകിയ വികസന പദ്ധതികളായ സൗജന്യ റേഷൻ, വീട് നിർമ്മാണം, കുടിവെള്ളം തുടങ്ങിയ കേന്ദ്ര പദ്ധതികൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണെന്ന് വ്യക്തമായി ജനങ്ങളെ ധരിപ്പിക്കണം. ഈ പദ്ധതികൾ LDF UDF മുന്നണികൾ എങ്ങനെ തടസ്സപ്പെടുത്തിയെന്നും ജനങ്ങളെ പ്രവർത്തകർ കൃത്യമായി ബോധ്യപ്പെടുത്തിയിരിക്കണം. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും 75 വർഷമാണ് കേരളം നൽകിയതെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. 5 വർഷമൊന്ന് BJPക്ക് നൽകി നോക്കൂ. വലിയ മാറ്റം നമുക്ക് കാണിച്ചു കൊടുക്കാം. കേരളത്തിലെ യുവാക്കൾക്ക് ഇന്ന് നാട് വിട്ടു പോകേണ്ടി വരുന്നു. കാരണം എന്താണ്? ടൂറിസം, IT, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ BJP സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കും. വികസിത കേരളം എന്നതിൻ്റെ അർത്ഥം വികസനം മുന്നിട്ട് നിൽക്കുന്ന കേരളം എന്നാണെന്നും നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ 1-2 അല്ല 4 ലക്ഷത്തോളം പേരാണ് ഓഡിയോ ബ്രിഡ്ജിലൂടെ ആ സംവാദ പരിപാടിയിൽ പങ്കെടുത്തത്. യുവാക്കളും വനിതകളും കർഷകരും പട്ടികജാതി പട്ടിക സമുദായക്കാരും ഒക്കെയുള്ള പ്രവർത്തകർ പ്രധാനമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞാണ് പ്രധാനമന്ത്രി വ്യക്തമായി അതിന് മറുപടി നൽകിയത്. മണിക്കൂറുകൾ നീണ്ടു നിന്നു. കേരളത്തിലെ 140 NDA സ്ഥാനാർത്ഥികളും വിവിധ ഇടങ്ങളിൽ നിന്നും അതിലേക്ക് പങ്കെടുത്തു. വളരെ ആത്മവിശ്വാസം പകരുന്ന ഒരു പരിപാടിയായിരുന്നു ഈ പ്രധാനമന്ത്രിയുടെ ഓഡിയോ ബ്രിഡ്ജ് എന്ന പുതിയൊരു പരീക്ഷണം. എന്തായാലും മൻ കി ബാത്ത് പോലെ പ്രധാനമന്ത്രി വ്യക്തമായി എൻ്റെ ബൂത്ത് എൻ്റെ സബ്സെ മസ്ബൂത്ത് ബൂത്ത്, എൻ്റെ ബൂത്ത്, അതായത് വളരെ ശക്തമായ ബൂത്ത്, അങ്ങനെ ഒരു ആത്മവിശ്വാസം ലാസ്റ്റ് ലാപ്പിൽ, പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ BJP പ്രവർത്തകരിൽ, NDA പ്രവർത്തകരിൽ വളർത്തിയെടുക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഡിയോ ബ്രിഡ്ജിങ്ങിന് ഏറെ സഹായിക്കുന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഇനി ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകേണ്ടത് 9-ാം തീയതിയിലെ വോട്ടിങ്ങിലാണ്. എന്തായാലും കേരളം ഒരു മാറ്റത്തിനായി പോസിറ്റീവായി പ്രതികരിക്കും എന്ന് തന്നെയാണ് ന്യൂഡൽഹി അടക്കമുള്ള നേതാക്കളുടെ പ്രതീക്ഷയും.